ഹലോ കൂട്ടുകാരെ, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്ന രാവിലെ അല്ല കേട്ടോ, ഒരു ഉച്ചയൊക്കെ ആയി. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ പോകുന്ന ചാരുമൂട്ടിലേക്കാണ്. അങ്ങനെ കുറേ നാളിന് ശേഷം നമ്മൾ ഈ ഒരു കടയിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മാർജിൻ ഫ്രീയിൽ. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 7-8 പഠിക്കുന്ന സമയത്താണ് ഈ കടയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഈ കടയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കടയിൽ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. എന്ത് സാധനം വേണമെങ്കിലും ഈ കടയിൽ നമുക്ക് കിട്ടും. അങ്ങനെ പിന്നെ നമ്മൾ കുറേ കടയിൽ കയറിയിട്ടാണ് ലാസ്റ്റ് കടയിലോട്ട് വന്നത്. അപ്പോൾ പിന്നെ ആ കൊച്ചൻ എനിക്ക് എല്ലാം എടുത്ത് തരാനൊക്കെ ആയിട്ട് വന്നു. അപ്പം അവൻ എടുത്ത് കാണിച്ച ആ ഒരു റൈസ് കുക്കർ അല്ലായിരുന്നു എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്കൊരു റൈസ് കുക്കർ മേടിക്കാനാണ് നമ്മൾ ഈ ഒരു കടയിലേക്ക് കയറിയത്. അപ്പം കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത്യാവശ്യ സാഹചര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഈ റൈസ് കുക്കർ ഉപയോഗിക്കുന്നത്. അല്ലേ പിന്നെ നമ്മൾ ചോറൊക്കെ നമ്മുടെ അടുപ്പിലാണല്ലോ വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞാപ്പി സ്കൂളിൽ പോകുന്ന ആ ഒരു സമയം എത്തിയപ്പോഴാണ് ഈ റൈസ് കുക്കറിൻ്റെ ഉപയോഗം മനസ്സിലായത് തന്നെ. അങ്ങനെ കുറേ റൈസ് കുക്കറൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് പിന്നെ അവിടുത്തെ ആ ഒരു അങ്കിള് പോയിട്ട് പിന്നെ എനിക്ക് റൈസ് കുക്കർ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ ഒരു ചുമപ്പ് റൈസ് കുക്കർ ആയിരുന്നു വേണ്ടത്. അങ്ങനെ പിന്നെ ആ ഒരു അങ്കിൾ എനിക്ക് എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഉടമയാണോ അതോ സ്റ്റാഫാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പുള്ളി നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചേച്ചിയും നമ്മുടെ അടുത്ത് നല്ല രീതിയിലാണ് കേട്ടോ. സാധനങ്ങളൊക്കെ പോയി എടുത്തുകൊണ്ട് വരാനും ഒക്കെ ആയിട്ട് ആ ചേച്ചി നല്ല ഒരു ഒരു എനർജിയോടെ തന്നെ പോയാണ് സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തു കൊണ്ടുവന്ന് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നീടാണെങ്കിലും നമുക്ക് ആ ഒരു കടയിൽ പോകാനൊരു ഇഷ്ടം തോന്നും. അവിടുത്തെ സ്റ്റാഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉടമ ആയിക്കോട്ടെ ആരായാലും നമ്മുടെ അടുത്ത് നല്ല രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പിന്നീട് ആ കടയിൽ പോയി സാധനം മേടിക്കാനും ഒക്കെ ആയിട്ടൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ആ അങ്കിൾ എനിക്ക് കൊണ്ടുവന്ന് അതെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ആ സ്ക്രൂ ഇട്ട് നമ്മളത് മുറുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ അങ്കിൾ എനിക്ക് അതെല്ലാം സെറ്റ് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ പുള്ളി അപ്പോൾ ചോദിക്കുകയാണ് എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണോ എന്താണ് പേര് എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചേച്ചി എനിക്ക് സാധനമൊക്കെ പൊതിഞ്ഞ ഒരു കവറിലൊക്കെ ആക്കി ഇട്ട് തന്നു കേട്ടോ. അപ്പം ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ ബൈയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ആ ചേച്ചിയാണ് കേട്ടോ അതുകൊണ്ട് അപ്പോൾ പുള്ളിക്കാരി എടുത്തുകൊണ്ടൊക്കെ തരാൻ നല്ല സ്മാർട്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നും കടയിൽ നിന്ന് നേരെ ഇറങ്ങിയത് വെളിയിലേക്ക്. അപ്പം നല്ല വെയിലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സാധനമൊക്കെ ആയിട്ട് നമ്മൾ നേരെ പിന്നെ നമ്മുടെ ട്രാഫിക്കിൻ്റെ അവിടെയൊക്കെ വന്ന് അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പം അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.